ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതമാഹാത്മ്യം അധ്യായം 5 ശ്ലോകം 71 മുതൽ 90 വരെയുള്ളവ വായിക്കാം. ഹരിദാസ ഊജു. ശ്രവണസ്യ വിഭേദേന ഫലഭേദോത്ര സംസ്ഥിത ശ്രവണം തു കൃതം സർവൈർന തഥാ മനനം കൃതം ബലഭേദസ്തതോ ജാതോ ഭജനാദപി മാനത സപ്തരാത്രമുപോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം മനനാദി തഥാ തേന സ്ഥിരചിത്തേ കൃതം ഭൃശം അദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം സന്ദിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദ്ധമപാത്രകം ഹതമശ്രോത്രിയേദാനം അനാചാരം ഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന മനോദോഷജയശ്ചൈവ കഥായാം നിശ്ചലാമതി ഏവമാധികൃതം ചേത് സ്യാത് തഥാ വൈ ശ്രവണേ ഫലം. പുനഃ ശ്രവാന്തേ സർവേഷാം വൈകുണ്ഠേ വസതിർധ്രുവം ഗോകർണത്തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ഏവമുക്ത്വാ യയുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തനാ. ശ്രാവണേ മാസി ഗോകർണ കഥാമൂചേ തഥാ പുനഃ സപ്തരാത്രവതീം ഭൂയ ശ്രവണം തൈ കൃതം പുനഃ കഥാസമാപ്തൗ യജ്ജാതം ശ്രൂയതാം തच्च നാരദ വിമാനൈഃ സഹ ഭക്തൈശ്ച ഹരിരാവിർബഭൂവഃ ജയശബ്ദാ നമഃ ശബ്ദാസ്തത്രാസൻ ബഹവസ്തദാ പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷാ തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യ കരോത്സ്വസദൃശം ഹരി ശ്രോതॄനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസ കിരീടിനഃ കുണ്ഡലിനസ്തഥാ ചക്രേ ഹരിക്ഷണാത് തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവാ അശ്വചാണ്ഡാളജാതയ വിമാനേ സ്ഥാപിതാസ്തേപി ഗോകർണകൃപയാ തഥാ പ്രേഷിതാ ഹരിലോകേ തേ യത്ര ഗച്ഛന്തി യോഗിന ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം കഥാശ്രവണതഃ പ്രീതോ നിർയയൗ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗിദുർലഭം യത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാം ന ഗതി കദാ തം ലോകം ഹി ഗതാസ്തേ തു ശ്രീമദ്ഭാഗവതശ്രവാത് ബ്രൂമോത്രത്തെ കിം ബലവൃന്ദമുജ്ജ്വലം സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം കർണേന ഗോകർണകഥാക്ഷരോ യൈ പീതശ്ച തേ ഗർഭഗതാ ന ഭൂയ വാദാംബുപർണാശനദേഹശോഷണൈസ്തപോഭിരുഗ്രൈശ്ചിരകാലസഞ്ചിതൈയോഗൈശ്ച സംയാന്തി ന താം ഗതിം വൈ സപ്ത
സപ്താഹഗാഥാശ്രവണേന യാന്തി യാം. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോऽപി മുനീശ്വര പഠത്തെ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദപരിപ്ലുത. ആഖ്യാനമേതത് പരമം പവിത്രം ശ്രുതം സകൃദ്വൈ വിദഹേദഘൗഘം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുപാഠാത് പുനർഭവം ച. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഗോകർണമോക്ഷവർണ്ണനം നാമ പഞ്ചമോധ്യായഃ സമാപ്തം. ഹരിദാസർ പറയുന്നു, കാരണഭേദം നിമിത്തം കാര്യഭേദം കാണപ്പെടുന്നു എന്നുള്ള ന്യായാനുസരണം ഹരിദാസന്മാർ മറുപടി പറയുന്നു. ശ്രവണത്തിൻ്റെ വിശേഷവിധിയിൽ നേരിടുന്നതായ ഭേദത്താൽ ഫലത്തിലും ഭേദമുണ്ടാകുന്നു. എല്ലാവരും പുരാണം വായിക്കുന്നത് കേട്ടു. അതുപ്രകാരം എല്ലാവരും ഒരുപോലെ മനനം ചെയ്തില്ല. ഭജനഭേദം നിമിത്തം ഹേ പൂജ്യ ഫലഭേദം ഉണ്ടായിരിക്കുന്നു. 7 രാത്രി ഉപവാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രേതത്താൽ ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രേതത്താൽ മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മനനം, നിധിധ്യാസനം മുതലായവയും ചെയ്യപ്പെട്ടു. ജ്ഞാനം ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ മനനാദികൾ ഉണ്ടായിരിക്കണം. അല്ലാഞ്ഞാൽ ആ ജ്ഞാനം ക്രമത്തിൽ നശിക്കും. കേൾക്കുന്നതിലും മനസ്സിനെ ശരിക്ക് നിർത്തണം. അനവധാനത നിമിത്തം, അതായത് മനസ്സിരുത്തായ്മ കാരണം ശ്രവണം നിഷ്ഫലമാവും. പ്രസംഗവശാൽ മന്ത്രാദികളുടെയും ഫലാഫലങ്ങളുടെ കാരണം പറയുന്നു. മന്ത്രത്തിൽ സംശയം ജനിച്ചാൽ ഫലം ഉണ്ടാകയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കാതിരുന്നാൽ ജപത്തിനും ഫലം ഇല്ല. വിഷ്ണുഭക്തനില്ലാത്ത ദേശം നന്മയെ പ്രാപിക്കുകയില്ല. ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ തികഞ്ഞിരിക്കുന്ന ബ്രാഹ്മണനല്ല ഭക്ഷണം നൽകിയതെന്നു വരികിൽ ആ ശ്രാദ്ധം പിതൃപ്രീതികരമായി വരികയില്ല. വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണന് നൽകുന്ന ദാനം നിഷ്ഫലം. സദാചാരമില്ലായ്മ കുലനാശത്തിന് കാരണം. ഗുരുവാക്യങ്ങളിൽ വിശ്വാസം, താൻ ദീനനാണെന്നുള്ള വിചാരം, മനസ്സിനെ ചലിപ്പിക്കുന്ന കാമക്രോധാദി വൃത്തികളുടെ മീതെ ജയം, കഥയിൽ ചലിക്കാതിരിക്കുന്നതായ ദൃഢഭാവം എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ തികഞ്ഞിരിക്കുന്നവന് ശ്രവണത്തിൽ ശരിയായ ഫലം ലഭിക്കും. വീണ്ടും കഥാശ്രവണം ഉണ്ടായാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും വൈകുണ്ഠവാസം ലഭിക്കുമെന്നത് നിശ്ചയം. ഹേ ഗോകർണ, നിനക്കാകട്ടെ ശ്രീ ഗോവിന്ദൻ തന്നെ ഗോലോകത്തെ നൽകും. കുമാരന്മാർ പറയുന്നു, ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീഹരി കീർത്തനം ചെയ്യുന്ന അവർ വൈകുണ്ഠത്തിലേക്ക് പോയി. ഇനി ഒരിക്കൽ കൂടെ സപ്താഹയജ്ഞം നടത്തുകയും വിധിപ്രകാരം ശ്രവണമനനാദികൾ നിർവഹിക്കുകയും ചെയ്താൽ എല്ലാവർക്കും വൈകുണ്ഠം ലഭിക്കുമെന്ന് ഹരിദാസന്മാർ പറഞ്ഞതിനെ അനുസരിച്ച് ഗോകർണൻ ചിങ്ങമാസത്തിൽ 2ാമതും കഥ നടത്തി. സപ്താഹപാരായണം വീണ്ടും എല്ലാ ജനങ്ങളും ശ്രമിച്ചു. ഹേ നാരദ, കഥാസമാപ്തിയിൽ സംഭവിച്ചതായ അത്ഭുതം പറയാം, കേട്ടുകൊള്ളുക. ഭക്തജനങ്ങളോടും വിമാനങ്ങളോടും കൂടെ അവിടെ ശ്രീഹരി തന്നെ പ്രത്യക്ഷനായി വന്നു. അപ്പോൾ ജയശബ്ദങ്ങളും നമശബ്ദങ്ങളും അവിടെ മുഴങ്ങി. സന്തോഷാധിക്യം മൂലം ശ്രീഹരി തന്നെ പാഞ്ചജന്യത്തെ ധ്വനിപ്പിച്ചു. ഗോകർണനെ ആലിംഗനം ചെയ്തിട്ട് തന്നോട് തുല്യമായ രൂപമുള്ളവനാക്കി തീർത്തു. ശ്രീഹരി ക്ഷണത്തിൽ ശ്രോതാക്കന്മാരായ മറ്റ് ജനങ്ങളെയും നീലമേഘശ്യാമളന്മാരും മഞ്ഞപ്പെട്ട് ധരിച്ചവരും കിരീടകുണ്ടലാദികളാൽ അലങ്കരിക്കപ്പെട്ടവരുമാക്കി തീർത്തു. ആ ഗ്രാമത്തിൽ ശവജ ചാണ്ടാളാദികളായ ഏതെല്ലാം ജാതിയിൽ ഉൾപ്പെട്ട ജീവന്മാർ വസിക്കുന്നുവോ അവർക്കെല്ലാം
ഗോകർണന്റെ പേരിലുള്ള കാരുണ്യാതിശയം നിമിത്തം ശ്രീഹരി വിമാനത്തിൽ കയറ്റി. യോഗബലത്താൽ ഏതൊരു ലോകത്തെ യോഗികൾ പ്രാപിക്കുന്നുവോ ആ ലോകമായ വൈകുണ്ഠത്തെ ഭഗവാൻ ശ്രീഹരി അവരെ പ്രാപിപ്പിച്ചു. വേദമര്യാദയെ പരിപാലിക്കുന്നവനായതുകൊണ്ടും ഗോപാലൻ എന്ന് പ്രസിദ്ധനായ ഭഗവാൻ ഭക്തവത്സലൻ കഥാശ്രവണം ചെയ്തവരിൽ സന്തുഷ്ടനായതുകൊണ്ടും അവർക്കെല്ലാം സാലോക്യമുക്തിയെ ദാനം ചെയ്തു. പണ്ട് അയോധ്യാവാസികൾ ശ്രീരാമചന്ദ്രന്റെ സംഗമത്താൽ വൈകുണ്ഠം പ്രാപിച്ചതുപോലെ ശ്രീകൃഷ്ണനും ഇവരെ വൈകുണ്ഠം പ്രാപിപ്പിച്ചു. അനന്തരം ഗോകർണനോടുകൂടെ ചേർന്ന് യോഗികൾക്ക് ദുർലഭമായിരിക്കുന്ന ഗോലോകത്തെ ഭഗവാനും പ്രാപിച്ചു. യാതൊരു ലോകത്തിൽ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും കൂടെ ഏതൊരു കാലത്തിലും ഗതി ലഭിക്കുന്നില്ലയോ ആ ലോകത്തെ ശ്രീമദ് ഭാഗവത ശ്രവണജന്യമായ പുണ്യാധിക്യത്താൽ ആ ജനങ്ങൾ പ്രാപിച്ചു. സപ്താഹയജ്ഞരൂപമായി നടത്തപ്പെടുന്ന കഥകൾ ശ്രവണത്താൽ സമ്പാദിക്കപ്പെടുന്ന അത്യുജ്വലമായ പുണ്യത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയോട് പറയട്ടെ. അസാധ്യം തന്നെ. ഗോകർണനാൽ നടത്തപ്പെട്ട കഥാപ്രസംഗാവസരത്തിൽ യാതൊരുത്തരുടെ ശ്രോത്രത്തിൽ ഒരു പദമെങ്കിലും പ്രവേശിച്ചിരുന്നുവോ അവരാരും രണ്ടാമത് ഗർഭത്തിൽ പ്രവേശിച്ചിട്ടില്ല. ശ്രദ്ധാപൂർവം കഥ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പരയായ ഭക്തി തന്നെ മുക്തിയെ നൽകുന്നു എന്ന് സാരം. സപ്താഹഗാഥാശ്രവണത്താൽ യാതൊരു ഗതിയെ ജനങ്ങൾ പ്രാപിക്കുന്നുവോ ആ ഗതിയെ ജലം, വായു, ഉണങ്ങിയ ഇലകൾ മുതലായതിനെ ഭക്ഷിച്ച് ദേഹത്തെ ശോഷിപ്പിക്കുകയും ചിരകാലം ആചരിക്കുകയും ചെയ്യുന്ന കഠിന തപസ്സുകൊണ്ടും യോഗങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് സമ്പാദിപ്പാൻ കഴിയുന്നതല്ല. മുനീശ്വരനായ ശാണ്ഡില്യൻ ബ്രഹ്മാനന്ദെ സാക്ഷാത്കരിച്ചതിൽ മുങ്ങിയവനായിരുന്നുവെങ്കിലും പുണ്യമായിരിക്കുന്ന ഈ ഇതിഹാസത്തെ ഭാഗവത കഥയെ ചിത്രകൂടത്തിലിരുന്ന് നിത്യവും പഠിക്കുന്നു. അത്യന്തം പരിശുദ്ധവും ശ്രേഷ്ഠവുമായ ഈ ആഖ്യാനം ഒരു പ്രാവശ്യം കേൾക്കുന്നവരുടെ പാപസമൂഹത്തെ നിശേഷം ദഹിപ്പിക്കും. ശ്രാദ്ധ ദിവസം കീർത്തിക്കുന്നതുകൊണ്ട് പിതൃക്കൾ തൃപ്തന്മാരായി വരും. എല്ലാ ദിവസവും അക്ഷരവീഴ്ചകളും സ്വരഭേദങ്ങളും സ്ഖലിതങ്ങളും നേരിടാത്ത വിധം വേണ്ടും വിധം പഠിക്കുന്നതുകൊണ്ട് പുനർജന്മരഹിതമായിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കും. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ഗോകർണ ഭക്തിവർണ്ണനം നാമ പഞ്ചമോധ്യായഃ സമാപ്തം.